السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനരായ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹ്ദായ ഫദ്ല് കൊണ്ട് എല്ലാവരെയും അവൻ ഇഷ്ടപ്പെട്ടവരിൽ അല്ലാഹു ചേർക്കട്ടെ. ശുദ്ധമായ സൂറത്തു യാസീനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഓതുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സൂറയായതുകൊണ്ട് അതിൻ്റെ ആശയവും അർത്ഥമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ യാസീൻ പഠിക്കാൻ ഒരുങ്ങാണ്. അല്ലാഹു തആല നമ്മുടെ ഇൽമിൽ അല്ലാഹു ബറക്കത്തും നമ്മുടെ അമലുകളൊക്കെ വർദ്ധിക്കാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തു യാസീൻ മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തഫ്സീർ ഇബ്നു കസീറിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ അസ്ബഹ മഗ്ഫൂറൻ ലഹ്. ഈ സൂറത്ത് ആരാണോ രാത്രി ഓതുന്നത്, അസ്ബഹ മഗ്ഫൂറൻ ലഹു, നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി അല്ലാഹു അവർക്ക് പ്രഭാതം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ومن قرأ حاميم التي يذكر فيها الدخان يوم تأتي السماء بدخان مبين എന്ന് പറഞ്ഞ ഹാമീം എന്ന് തുടങ്ങുന്ന സൂറത്ത്, ദുഖാൻ എന്ന് പരാമർശിക്കപ്പെട്ട ആ ഹാമീം അതാരെങ്കിലും ഓതിയാൽ അസ്ബഹ മഗ്ഫൂറൻ ലഹു, അയാൾക്കും നാളെ നേരം വരുമ്പോൾ അല്ലാഹു തആല പാപമോചനം നൽകിയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്നാദുഹു ജയ്യിദുൻ, അത് ശക്തമായ റിവായത്തുള്ള ഒരു ഹദീസാണ്.
പാപങ്ങൾ പൊറുക്കപ്പെടലാണല്ലോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും, ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ, ഒരു ദിവസത്തിന്റെ പകലങ്ങ് കഴിഞ്ഞാൽ, ഒരു രാവ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പടച്ചവനെ ചെയ്തു പോയ പാപങ്ങൾക്ക് പുറത്തു തരണേ എന്നാണ്. അപ്പൊ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള നിമിത്തമാണ് സൂറത്തു യാസീൻ രാത്രി ഓതുന്നത്, സൂറത്തു ദുഹാൻ രാത്രി ഓതുന്നത്. നേരം പുലരുമ്പോഴേക്കും പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. നമ്മൾ ഓതുന്ന ആളുകളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഈ ഹദീസുകൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ പുണ്യം. നമ്മൾ സ്ഥിരമായിട്ട് വിറുദിന്റെ ഭാഗമായി ഒരുപാട് സൂറത്തുകൾ ഓതുന്ന ആളുകളുണ്ടായിരിക്കും. യാസീനും തബാറക്കയും സൂറത്തുൽ വാഖിഅയും ദുഹാനും ഒക്കെ എന്നും ഓതുന്ന ആളുകളുണ്ടായി. അവർക്ക് നിലനിർത്തിപ്പോരെ ആ ഓതുന്ന ഇബാദത്തിന് ഇന്നൊക്കെ പുണ്യങ്ങൾ ഉണ്ടല്ലേ, ആ പറഞ്ഞ ഹദീസുകൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതാണ് അതിന്റെ പുണ്യം. അസ്ബഹ മഗ്ഫൂറൻ ലഹു, നേരം പുലരുമ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കൊടുത്തിട്ടുണ്ടാവും. ആ ഭാഗ്യമൊക്കെ അല്ലാഹു നമുക്ക് നൽകട്ടെ. ജീവിതത്തിൽ പകർത്തി നിലനിർത്തിക്കൊണ്ടുവരാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വലിയൊരു നിമിത്തമാണ് ഈ യാസീൻ. രാത്രി ഓതിയാൽ ഇങ്ങനെയാണ്. ഇനി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് മഹാനായ സ്വഹാബി ജുൻദുബ് ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഗുഫിറ ലഹ്. അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി യാസീൻ ഓതിയാൽ നേരം പുലരണം എന്ന് കാത്തിരിക്കേണ്ടി വരില്ല, അതിന്റെ മുമ്പേ അല്ലാഹു പാപമോചനം നൽകുമെന്നാണ്. ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹു ഹദീസിന്റെ മഹാഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ട്, കമ്പൈൽ ചെയ്തിട്ടുണ്ട്. മുസ്നദ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അവരുടെ മുസ്നദ്. ആ മുസ്നദിൽ ഉദ്ധരിക്കുന്ന വളരെ അത്ഭുതകരമായ ഹദീസാണ് അൽ ബഖറത്തു സിനാമുൽ ഖുർആനി വദിർവതുഹു. സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത് സിനാമുൽ ഖുർആനി വദിർവതുഹു. സിനാം എന്നാൽ ഒട്ടകത്തിന്റെ ഹമ്പിനാണ്, പൂഞ്ഞയ്ക്കാണ് സിനാം എന്ന് പറയാൻ. ഒരു ഒട്ടകത്തിന്റെ വിലമതിക്കുന്നത്, ആ ഒട്ടകത്തിന്റെ സൗന്ദര്യം കണക്കാക്കപ്പെടുന്നത് ഒട്ടകത്തിന്റെ പൂഞ്ഞയുടെ അതിന്റെ ഹമ്പ് എന്നാണല്ലോ പറയാം. അതിന് ഹമ്പായതുകൊണ്ട് റോട്ടിലെ സാധനത്തെ നമ്മൾ ഹമ്പ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഒറിജിനൽ ഒട്ടകത്തിൻ്റെതാണ്. ആ ഹമ്പ് അതിന്റെ ഔന്നിത്യം അനുസരിച്ചാണ് ഒട്ടകത്തിന്റെ ഭംഗിയും അതിന്റെ നിലവാരമൊക്കെ. വിശുദ്ധ ഖുർആനിന്റെ ഭംഗി, അതിന്റെ ചമൽക്കാരം സൂറത്തുൽ ബഖറയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, നസല മഅ കുല്ലി ആയത്തിൻ മിൻഹാ 80 മലക്കൻ. സൂറത്തുൽ ബഖറയുടെ ഓരോ ആയത്തിറങ്ങാനും 80ഓളം മലക്കുകൾ അതിനെ അകമ്പടി സേവിച്ചിട്ടുണ്ടെന്നും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്തുഖ്രിജത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസിയെ അല്ലാഹു തആല പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. മിൻ തഹ്തിൽ അർശ്, അർശിന്റെ താഴെ നിന്ന് അല്ലാഹു എടുത്തതാണ് ആയത്തുൽ കുർസി. ഫൗസിലത് ബിഹാ, അങ്ങനെ അത് സൂറത്തുൽ ബഖറയോട് ചേർത്ത് വെച്ചതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വയാസീൻ ഖൽബുൽ ഖുർആൻ. യാസീൻ ഖുർആനിന്റെ, അല്ലാഹുവിന്റെ കലാമിന്റെ ഹൃദയമാണ്, ഖൽബാണ്. യാസീൻ ഖുർആനിന്റെ ഖൽബാണ്. ഖൽബിലാണ് ഈമാനുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖ്വ ഹാഹുന വഅശാറ ഇലാ സദ്രി. ഖൽബിലാണ്, ഹൃദയത്തിലാണ് തഖ്വയുണ്ടാവുക. ഖൽബിലാണ് ഈമാൻ കിടക്കുന്നത്. ഖൽബിലാണ് നമ്മുടെ അഖീദ കിടക്കുന്നത്. അർക്കാനുൽ ഈമാൻ മുഴുവൻ കിടക്കുന്നത് ഖൽബിലാണ്. ആ ഹൃദയത്തിന് സമാനമായ ഖുർആനിന്റെ ഭാഗമാണ് സൂറത്തു യാസീൻ. എന്നിട്ട് പറഞ്ഞു, ലാ യഖറഉഹാ റജുലുൻ യുരീദുല്ലാഹ വദ്ദാറൽ ആഖിറത ഇല്ലാ ഗുഫിറ ലഹു. അല്ലാഹുവിന്റെ പ്രതിഫലവും നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ആര് സൂറത്തു യാസീൻ ഓതിയാലും അവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയില്ല. അല്ലാഹു പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. വഖറഊഹാ അലാ മൗതാകും. നിങ്ങളിൽ മരിച്ചവരുടെ പേരിൽ നിങ്ങൾ യാസീൻ ഓതുക. വഖറഊഹാ, നിങ്ങൾ അതിനെ ഓതണം. അലാ മൗതാകും, മരിച്ചവരുടെ പേരിൽ നിങ്ങൾ യാസീൻ ഓതണം. അതൊക്കെ ശിർക്കാണ്, കുഫറാണ്, പാടില്ല, ഹറാമാണെന്നൊക്കെ പറയുന്ന ആളുകൾ മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു അവരുടെ തഫ്സീറിൽ സൂറത്ത് യാസീനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്.
അതൊന്നും കൊള്ളരുതാത്ത ഹദീസുകളാണെങ്കിൽ ഈ മഹാന്മാർ ഉദ്ധരിക്കൂല. അത് മാത്രമല്ല, അല്ലാമ നസായി റഹിമഹുല്ലാഹ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ അഅല അൻ മുഅ്തമർ ഇബ്നു സുലൈമാൻ, ആ റിവായത്തിലൂടെ മഹാനായ നസായി ഇമാമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. വഖറഊഹ അലാ മൗതാകും. നമ്മളൊക്കെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. പടച്ചോനെ, നമ്മളൊക്കെ പറയില്ലേ, നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് മരിച്ചുപോയ വാപ്പാക്ക് ഒരു യാസീൻ ഓതുന്ന കുട്ടിയാവണം അല്ലേ? ഇതാ പറഞ്ഞെടുക്കുമ്പോഴാ യാസീൻ ഓതേ, ഇതൊക്കെ കുഫ്റല്ലേ, ഒക്കെ ശിർക്കല്ലേ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. യഖറഊഹ അലാ മൗതാകും. മരിച്ചുപോയവർക്ക് അത് ഓതി കൊടുക്കണം. എന്തേ? അതിന്റെ പുണ്യം ഓതുന്ന ആർക്കും കിട്ടാനും ആർക്ക് വേണ്ടി ഓതിയോ അവർക്കും കിട്ടാനും നിങ്ങൾ ഓതിയേക്കണം. അപ്പോ ഇതൊക്കെ വലിയ വലിയ മഹാന്മാര് പറഞ്ഞിരുന്നത് നമ്മൾ ഉദ്ധരിക്കുക മാത്രമാണ്. യഖറഊഹ അലാ മൗതാകും. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ സൂറ യാസീൻ, അൽ ബഖറയെ കുറിച്ചും യാസീനെ കുറിച്ചും പറഞ്ഞ ഹദീസാണത്. പക്ഷെ നിങ്ങൾ അത് ഓതണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യാസീൻ, മഹാനായ മഅഖബ് ഇബ്നു അസാർ റളിയല്ലാഹു അൻഹു അതിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, യാസീൻ ഓതണം എന്നാണ് തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാസീനൊക്കെ നമ്മൾ മരിച്ചയുടെ പേരിൽ ഓതുന്നുണ്ട്. അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അവർക്ക് അല്ലാഹു പാപമോചനം നൽകി ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, അദാബിൽ നിന്ന് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഓതണം എന്നും ഹദീസ് വന്നിട്ടുണ്ട്. മരണം ആസന്നമായ ആളുകൾ ഇനി ഹദീസ് വഴിയെ വരും. ചില മഹാന്മാർ ഈ ഹദീസിന് അങ്ങനെ അർത്ഥം കൊടുത്തവരുണ്ട്, കുഴപ്പമില്ല. قال بعض العلماء من خصائص هذه السورة, ഈ സൂറയുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അന്നഹ ലാ തുഖറഉ ഇൻദ അംരിൻ അസീരിൻ ഇല്ലാ യസ്റഹു അല്ലാഹ്. ഏതൊരു പ്രയാസം വന്നാലും ആ പ്രയാസം നീക്കി അള്ളാഹു ആശ്വാസം തരുമെന്ന് ഈ സൂറയുടെ പ്രത്യേകതകളാണെന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു പ്രയാസം വന്നു, ഗൾഫിലൊക്കെ ജീവിക്കുമ്പോൾ കാര്യമായ പ്രയാസം ജോലി സംബന്ധമായ ബുദ്ധിമുട്ടാണ് അല്ലേ? കൂടെയുള്ള മാനേജറെ ജോലി പോകാൻ വേണ്ടി അങ്ങനെ എന്തോ ഓർക്കല്ലേ, അയാളെ കൊണ്ടാണ് ഇപ്പൊ ഞാൻ കുടുങ്ങിയത്, മുമ്പ് 2 ജോലിക്ക് പോകാൻ വയ്യ. അതല്ല, ഓരോരുത്തരും അള്ളാഹു നൽകുന്ന റിസ്ക്കാണ്. നമുക്കൊരു പ്രയാസമുണ്ട്, റബ്ബേ ആ പ്രയാസം നീ എങ്ങനെയെങ്കിലും നീക്കിത്തരണം. സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വന്നു, മാനസികമായൊരു പ്രയാസം വന്നു, വേഗം യാസീൻ ഓതുക. അള്ളാഹുവിനോട് അത് മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചതമ്പുരാനെ നീ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നീക്കിത്തരയണമേ. അതാണ് നമ്മുടെ നാട്ടിൽ നിലനിന്നു പോരുന്നത് അല്ലെ? ഏത് വിഷയത്തിലും യാസീൻ ദുആയിരിക്കാന്ന് പറയില്ലേ? നമ്മൾ പറയും പടച്ചോൻ അൽ ഫാത്തിഹ, ഇതിപ്പോ ഉസ്താദ് ഖുൽ ഹുവല്ലാഹു ആണോ തുടങ്ങുന്നത്, യാസീനാണോ? പടച്ച റബ്ബേ, യാസീനൊക്കെ തുടങ്ങിയാൽ കുടുങ്ങി പോകുമല്ലോ, അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവാനാണ്. മേലേതല പോയി യാസീൻ ഓതാൻ മാക്സിമം 10 മിനിറ്റ് മതി അല്ലേ? അത്രേ വേണ്ടു, 10 മിനിറ്റ്. നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർ ആവണം. ഇങ്ങനത്തെ ഒരു മഹത്തായ സൂറയാണ് നമ്മൾ ഓതുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഓതുന്നുണ്ട്. അതങ്ങനെ നമ്മുടെ ആലിമീങ്ങളെ ചെയ്യുന്നുള്ളൂ അല്ലേ? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉലമാ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ ഹദീസൊക്കെ എല്ലാവർക്കും ബാധകമാണ്. ആരപ്പ യാസീൻ ഓതുന്നത്? യാസീൻ ഓതി ദുആ ചെയ്യണം. ലാ തുഖറഉ ഇൻദ അംരിൻ അസീരിൻ ഇല്ലാ യസ്റഹു അല്ലാഹു തആല. അത് യാസീൻ ഏതൊരു പ്രയാസമുള്ള സമയത്ത് ഓതിയിട്ടുണ്ടോ ആ പ്രയാസം അല്ലാഹു നീക്കി തരുക തന്നെ ചെയ്യും. വകഅന്ന ഖിറാഅതഹാ ഇൻദൽ മയ്യിതി, മരണമാസന്നമാകുന്ന ആളിന്റെ അടുത്ത് യാസീൻ ഓതിയാൽ ലിതനസ്സുലിർ റഹ്മതി വൽ ബറക, അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഇറങ്ങാനത് കാരണമാകും. മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഡോക്ടർമാർ പറഞ്ഞു, ഇതാ ഈ ഓക്സിജൻ എടുത്ത് മാറ്റിയാൽ, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ ആൾ മരിച്ചു പോകും, സമയമായിട്ടുണ്ട്, വേഗം യാസീൻ ഓതാ. പരിസരത്തുള്ള ആളുകൾ യാസീൻ ഓതാൻ തുടങ്ങണം. ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നത് എളുപ്പമാവാൻ വേണ്ടി സൂറത്ത് യാസീൻ അരികത്തുള്ളവർ ഓതി കൊടുക്കണം എന്ന് ഉലമാ പറയുന്നുണ്ട്. ആ വാക്കിന് നേരെ അർത്ഥം വെച്ചാൽ നിങ്ങളുടെ മരിച്ചുപോയവരുടെ പേരിൽ അവരുടെ മേൽ നിങ്ങളിത് ഓതി കൊടുക്കണം. അത് മരണം ആസന്നമായവർക്കും മരിച്ചു കഴിഞ്ഞവർക്കും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുമായിരുന്നു, ലവദിത്തു അന്നഹാ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി. മഹാനായ ഇമാം ബസ്സാർ റഹിമഹുല്ലാഹ് അവരുടെ ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത്, ലവദിത്തു ഞാൻ കൊതിച്ചു പോകുന്നു, അന്നഹാ ഈ സൂറ യാസീൻ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിലെ എല്ലാ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ യാസീൻ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു.